ബീഹാർ ഇലക്ഷൻ മാത്രം കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു നിലപാടിലേക്ക് പോയിട്ടുണ്ടാവുക? അല്ല, കാരണം അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതായി. കാരണം ഇപ്പോൾ സൗത്ത് ഇന്ത്യയിൽ DMK ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങൾ അവർക്ക് ഇപ്പോൾ ഫേസ് ചെയ്യാൻ പറ്റാതായിട്ടുണ്ട്. അതൊക്കെ വസ്തുതകളാണ്. അതുപോലെ തന്നെ ഇന്ത്യ രാജ്യത്ത് ജനങ്ങളുടെ, പിന്നോക്ക ജനങ്ങളുടെ ന്യൂനപക്ഷങ്ങൾ ഏതായാലും അവരുടെ ദൃഷ്ടിയിലില്ല. അപ്പോൾ ഒരുപാട് അവശത അനുഭവിക്കുന്ന ജനവിഭാഗങ്ങൾ, പ്രത്യേകിച്ച് ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിൻ്റെ പ്രശ്നങ്ങൾ മറന്നുകൊണ്ടാണ് അവരെ ഭരണം മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഒരു പാരമ്യത്തിലെത്തി അവഗണന. അപ്പോൾ സ്വാഭാവികമായി കഴിഞ്ഞ UP തെരഞ്ഞെടുപ്പിൽ അവർക്ക് തിരിച്ചടി ഉണ്ടായി. ഇനിയും ബീഹാറിലും കൂടി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടാവേണ്ട എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ മോട്ടീവ്. പക്ഷേ അത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ സമയബന്ധിതമായി നടത്തണം എന്നാണ് ഇന്ത്യ മുന്നണിക്ക് പറയാനുള്ളത്. ഇന്ത്യ മുന്നണിയുടെ ഡിമാൻഡ് അംഗീകരിച്ചതാണ് ഈ സെൻസസ് പ്രഖ്യാപനം. കേന്ദ്രത്തിൻ്റെ ഒരു നേട്ടമായിട്ടാണ് ഇപ്പോൾ ഇതിനെ അവതരിപ്പിക്കുന്നത്. ഭരണത്തിലിരിക്കുന്നവർ അവരുടെ നാട്ടിൽ നടക്കുന്നതൊക്കെ അവരുടെ നേട്ടമായി അവതരിപ്പിക്കുകയല്ലേ. ഇപ്പോൾ പോർട്ട് കണ്ടില്ലേ, ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സാധനമാണത്. അപ്പോൾ അതിനെപ്പറ്റി ഉദ്ഘാടനം നാളെ നടക്കുകയാണ്, പറയുന്നത് കേട്ടില്ല. അപ്പം ഇരിക്കുന്ന ആരാച്ചാൽ അപ്പോൾ അതിൻ്റെ അപ്പനാവും, അത്ര തന്നെ. അല്ലാതെ വേറെ അതിനകത്ത് കാര്യമൊന്നുമില്ല. സാധനം കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയാണ്. ഇപ്പോൾ പക്ഷേ പ്രധാനമന്ത്രി, മുഖ്യമന്ത്രിയൊക്കെ അത് നമ്മുടെ പ്രകൃതി നിയമമാണല്ലോ, അതിൽ വലിയ കാര്യമൊന്നുമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ വരെ ഇപ്പോൾ അതിൻ്റെ വേദിയിലേക്ക് എത്തുന്നു. പക്ഷേ പ്രതിപക്ഷ നേതാവിനൊക്കെ ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ക്ഷണിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അത് കുഴപ്പമില്ല, ഫോട്ടോ ആരുടെങ്കിലും വെച്ചോട്ടെ, ഒരു ദിവസം നോക്കി എല്ലാവരും ഒഴിവാക്കിക്കോളും. ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ ഒരു ഫോട്ടോ ഉണ്ട് വിഴിഞ്ഞം ഹാർബറിൻ്റെ. അത് ഒരു വേണ്ടാത്ത സംഗതിയാണെന്ന് പ്രഖ്യാപിച്ച് അതിനെതിരായി ഉമ്മൻചാണ്ടിനെ അഴിമതിയിൽ അങ്ങോട്ട് മുക്കിയെടുക്കാൻ നോക്കിയിട്ടും അതൊന്നും മൈൻഡ് ചെയ്യാതെ വിഴിഞ്ഞം ഹാർബർ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നടത്തിയൊരു ശ്രമമുണ്ട്. ഞാനതിന് ദുഃസാക്ഷിയാണ് അന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഫോട്ടോ ജനങ്ങളുടെ ഹൃദയത്തിൽ പതിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ വേറെ ഫോട്ടോ ചെയ്യലും കുഴപ്പമൊന്നുമില്ല. മുഖ്യമന്ത്രി പറഞ്ഞത് പ്രതിപക്ഷ നേതാവിനെ നേരത്തെ ക്ഷണിച്ചിരുന്നു, അത് എന്തുകൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പ്രതികരിക്കുന്നത് അറിയില്ലെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അല്ല, അതിപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതിയാണ്. ഇവരുടെയൊക്കെ ഫോട്ടോ ഉണ്ടായതിൻ്റെ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി. പ്രതിപക്ഷ നേതാവിൻ്റെ ഫോട്ടോ ഇല്ലെങ്കിലും തൽക്കാലം അതിൽ പോയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് ഈ ഫോട്ടോ യാഥാർത്ഥ്യമാക്കിയത് കോൺഗ്രസ് ഗവൺമെൻറ്റിൻ്റെ ഒരു ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ ഒരു വലിയ അശാന്ത പരിശ്രമമാണെന്ന് എല്ലാവർക്കും അറിയാം. ഉള്ളത് മുഴുവൻ വളരെ പ്രധാനപ്പെട്ട തന്നെയാണ്. ഞങ്ങൾ രാഷ്ട്രീയമായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. UDFൻ്റെ ഭാവി പ്രവർത്തനങ്ങൾ ഫൈനലൈസ് ചെയ്യും. എല്ലാ ഒരുക്കങ്ങളും നടത്താനുള്ള ചർച്ചയാണ് നാളെ നടക്കുന്നത്. ഈ മുന്നണി വിപുലീകരണമുള്ള അടക്കമുള്ള കാര്യങ്ങളൊക്കെ വരും. PV അൻവർ നേരത്തെ മുന്നണി പ്രവേശനത്തിന് വേണ്ടി കത്ത് നൽകിയതാണല്ലോ, ലീഗ് നേതാക്കളൊക്കെ സന്ദർശിക്കുകയും ചെയ്തിരുന്നു. മുന്നണി വിപുലീകരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകളൊക്കെ എല്ലാ സമയത്തും മുന്നണി നോക്കുമല്ലോ. ഇപ്പോൾ നാളെ ജനറലായിട്ടുള്ള വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. PV അൻവറിനെ സഹകരിപ്പിക്കുന്നത് പ്രത്യേകിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സമയത്ത് പ്രധാനമല്ല. അല്ല, ആ വക വിഷയങ്ങളൊക്കെ നാളെ ചർച്ചയ്ക്ക് വരും. തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഉണ്ടല്ലോ നാളെ. അപ്പോൾ നാളെ പറയാം.